നമസ്കാരം. പൈലറ്റ് ഓൺ വീൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഹീന്ദ്ര കൊച്ചിയിൽ ജനിപ്പിച്ച രണ്ട് വാഹനങ്ങളും, അതായത് മീഡിയ ഡ്രൈവാണ് ഞാൻ ഉദ്ദേശിച്ചത്, രണ്ട് വാഹനങ്ങളും വളരെ പോപ്പുലറായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് താർ 3 ഡോർ ആയിരുന്നു. 3 ഡോർ വേർഷൻ കൊച്ചിയിലാണ് മീഡിയ ഡ്രൈവ് നടന്നത്. അത് ഏകദേശം 4 വർഷം മുമ്പായിരുന്നു. ആൻഡ് ദാറ്റ് ബിക്കേം എ വെരി വെരി ബിഗ് ഹിറ്റ്. അതിനുശേഷം കൊച്ചിയിൽ വന്ന അല്ലെങ്കിൽ മീഡിയ ഡ്രൈവ് നടത്തി ഏകദേശം 140 വാഹനങ്ങൾ ഒരുമിച്ച് കൊച്ചി നിരത്തുകളിലൂടെ പറന്നത് താറിൻ്റെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന റോക്സ്, താർ റോക്സ് 5 ഡോർ ആയിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ എ ബിഗ് ഹിറ്റ്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കൊണ്ടുവന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, റോക്സ് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ബിഗ് ഹിറ്റ്, ഇറ്റ്സ് എ ഗ്രേറ്റ് വൺ. പക്ഷേ ഇതിനകത്ത് എല്ലാം പ്ലസ് തന്നെയാണോ? ഇസ് ദർ എനി നെഗറ്റീവ് ഓർ വിച്ച് ഐ ഡോണ്ട് ലൈക്ക് ഇസ് വാട്ട് ഐ എം ഗോയിങ് ടു ഡിസ്കസ് ടുഡേ. റോക്സിൻ്റെ പോപ്പുലാരിറ്റി കൂടുന്നതനുസരിച്ച് എനിക്ക് റോക്സ് കൂടുതൽ ഓടിക്കണം, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ മീഡിയ ഡ്രൈവിൻ്റെ സമയത്ത് ഞാൻ ഓടിച്ചത് ഡീസൽ വേർഷനായിരുന്നു. അന്ന് നമ്മുടെ കയ്യിൽ ഒരു ഏകദേശം 5-6 ദിവസം റോക്സ് ഉണ്ടായിരുന്നു, ഡീസൽ വേർഷൻ, ഓട്ടോമാറ്റിക് വേർഷൻ. അതിനുശേഷം മാനുവൽ കുറേ ദിവസം ഓടിച്ചു. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വാഹനം ഓട്ടോമാറ്റിക് പെട്രോൾ വേർഷനാണ്. അത് കൂടാതെ നമ്മുടെ ഫാസ്റ്ററിൻ്റെ ജൂറി റൗണ്ടിൻ്റെ സമയത്ത് ഐ ഹാഡ് എവറി വേർഷൻ, പെട്രോൾ, ഡീസൽ, എവറിത്തിങ്. സോ കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു ഫുൾ ഡെപ്തിലുള്ളൊരു സ്റ്റഡി തന്നെ താറിനെ പറ്റി നടത്തി, അല്ലെങ്കിൽ താർ റോക്സിനെ പറ്റി നടത്തി. എന്താണെങ്കിലും ഈ വീഡിയോയിൽ ഡെഫിനറ്റ്ലി നമ്മളിതിൻ്റെ പ്ലസ് കാണും. എന്തൊക്കെയാണ് താർ റോക്സിനെ ആളുകളിലേക്ക് ഇത്രയും ആകർഷിക്കുന്നുള്ള പോയിൻറ്റ്സ് ഡെഫിനറ്റ്ലി ഇത് എല്ലാവർക്കും അറിയാം. പക്ഷേ എനിക്ക് ഇഷ്ടമല്ലാത്ത കുറച്ച്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ താറിൽ നിന്ന് അല്ലെങ്കിൽ താർ റോക്സിൽ നിന്ന് എന്താണ് വാട്ട് ആർ ദ നെഗറ്റീവ്സ്, അല്ലെങ്കിൽ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള കാര്യം കൂടെ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. റോക്സിൻ്റെ ഫസ്റ്റ് ഒരു സക്സസ് മന്ത്ര എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി താർ എന്ന ഒരു ബ്രാൻഡ് വാല്യൂ തന്നെയാണ്. മഹീന്ദ്ര താർ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. അത് കൂടാതെ ഈ ഒരു 5 ഡോർ വേർഷൻ, കാരണം ഒരുപാട് ആളുകൾ ഇപ്പം എന്നോട് ചോദിച്ചാൽ പോലും 3 ഡോർ താർ എനിക്ക് ഉണ്ടായിരുന്നതാണ്, കുറച്ചു കാലം ഞാൻ ഉപയോഗിച്ചിരുന്നു. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് അതിൻ്റെ ബാക്കിലേക്ക് കയറാനുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. അതുപോലെ തന്നെ ബാക്കിലേക്ക് നമ്മുടെ ഒരു ബാഗ് ആണെങ്കിൽ പോലും എല്ലാം വെക്കാൻ, പിന്നെ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഡെയിലി കാറായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് 3 ഡോറിനൊരു നെഗറ്റീവ്, അല്ലെങ്കിൽ എന്നെ ഒട്ടും സന്തോഷിപ്പിക്കാതിരുന്ന കാര്യം. അതിനൊരു സൊല്യൂഷൻ ഈ ഒരു 5 ഡോർ വേർഷനാണ്. സോ 5 ഡോർ താർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ താർ റോക്സ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് വൺ മേജർ പ്ലസ്. ഒരു ഡെയിലി കമ്മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഡെയിലി കമ്മ്യൂട്ടിംഗ് വാഹനമായിട്ട് താർ റോക്സിനെ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. സെക്കൻഡ്, ഡെഫിനറ്റ്ലി ഇതിൻ്റെ ലുക്സ് തന്നെയാണ്. ഒരുപാട് ആളുകൾ ഇതിൻ്റെ ലുക്സിന് ഭയങ്കര ഇംപ്രസ്ഡ് ആണ്. അത് എന്താ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സംസാരങ്ങളുണ്ടായതാണ് ഇതിനെ താറിൻ്റെ ഡിസൈൻ കോപ്പി അടിച്ചിരിക്കുന്ന റാംഗ്ലർ എന്നാണെന്നൊക്കെ പറഞ്ഞാലും, എന്താണെങ്കിലും ഈ ഡിസൈൻ ഡെഫിനറ്റ്ലി എല്ലാവരെയും ആകർഷിച്ചത് തന്നെയാണ്. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. 5 ഡോറിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടി റാംഗ്ലർ ലുക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു ഏരിയ, ഈ ഒരു ബ്ലാക്ക് ചെയ്ത സ്പേസ് പേഴ്സണലി എനിക്ക് എവിടേക്കോ ഒരു അർമഡ ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ബൾജിങ് വന്നിരിക്കുന്നത്, അത് എനിക്ക് ആ ഫസ്റ്റ് ലുക്കിൽ തന്നെ എനിക്ക് അത്രയും ബൾജിങ് വേണമായിരുന്നു എന്ന് തോന്നിപ്പോയതാണ്. പക്ഷേ ഒരു സൺറൂഫ് കൊടുത്തിരിക്കുന്നതായിരിക്കാം ആ ഒരു പൊക്കത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്താണെങ്കിലും ആ ഒരു ബൾജിങ് മാത്രമാണ് എനിക്കൊരു മോശമായിട്ട് തോന്നിയത്, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു ഡിസൈൻ്റെ കാര്യത്തിൽ തോന്നിയത്. പിന്നെ ഈ ഒരു ബാക്കിലെ ക്വാർട്ടർ ഗ്ലാസ് ഏരിയ, ഇത് എനിക്ക് ക്വാർട്ടർ ഗ്ലാസ് ഏരിയ ഇല്ലായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കി. ഒരു കട്ടായിട്ട്, ഒരു സ്ലൈഡിങ് കട്ടായിട്ട് വന്നിരുന്നാൽ കുറച്ചും കൂടി ഭംഗിയായതിനെ. ഒരു ബാക്കിലൊരു ഓപ്പൺ സ്പേസ് ഒക്കെ ആയിട്ട് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു റഗഡ് ഫീൽ വന്നതിനെ എനിക്ക് ഫീൽ ചെയ്യുന്നു. പക്ഷേ ദിസ് ഈസ് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ്. ഇതൊരു ഫാമിലി കാർ കൂടിയാണ്, ഫാമിലി ഓഫ് റോഡർ അല്ലെങ്കിൽ ഏത് ടെറൈനിലും പോകാൻ പറ്റുന്നൊരു വാഹനം എന്നുള്ളത് നോക്കുമ്പോൾ ദിസ് ഈസ് ഓക്കെ. ദിസ് ഇസ് ഡിസൈൻ ഡെഫിനറ്റ്ലി ഒരു വലിയൊരു പ്ലസ് തന്നെയാണ് റോക്സിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെയുള്ളത് ഇൻറ്റീരിയറാണ്. ഇൻറ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഒരു മോഡേൺ വാഹനത്തിൽ, അല്ലെങ്കിൽ ഒരു ന്യൂ ജനറേഷൻ കാറിൽ നമ്മൾ അല്ലെങ്കിൽ വാഹനത്തിൽ കാണുന്ന എല്ലാം തന്നെ നമുക്കിപ്പോൾ താർ റോക്സിൽ ലഭിക്കുന്നുണ്ട്. ഇപ്പം കമ്പയർ ടു ദ 3 ഡോർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇതിനകത്ത് വരുന്ന ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, ഹാമൻ കാർഡിൻ്റെ സ്പീക്കേഴ്സ്, വയർലെസ് ചാർജർ, സൺറൂഫ്, എല്ലാം ഉണ്ട്. ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ. സോ യു ഹാവ് എവറിഥിങ് വാട്ട് യു വാണ്ട് താർ റോക്സിലുണ്ട് എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയേണ്ടത്. പിന്നെ ഇതിനകത്തൊരു നെഗറ്റീവ്, ആദ്യം തൊട്ട് ഇറങ്ങിയ ദിവസം മുതൽ എല്ലാവരും പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ മീഡിയ ഡ്രൈവിൻ്റെ സമയത്തൊക്കെ പറഞ്ഞിരുന്നത് ഇതിൻ്റെ സീറ്റിൻ്റെ കാര്യമാണ്. ആ സീറ്റ് മാത്രമല്ല, ഈ ഇടയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു വൈറ്റ് കളറ്
എന്തുകൊണ്ടൊരു ഓഫ് റോഡ് അല്ലെങ്കിൽ നമ്മൾ കൂടുതലും ഒരു ഓഫ് റോഡർ എന്ന രീതിയിൽ നമ്മൾ നോക്കുന്ന അല്ലെങ്കിൽ കൂടുതലും റഫ് യൂസിന് ഉപയോഗിക്കുന്ന ഒരു വാഹനത്തിൽ എന്തുകൊണ്ട് ഒരു വൈറ്റ് കളർ കൊടുത്തു എന്നുള്ളൊരു ചോദ്യം അന്ന് തൊട്ട് എല്ലാവരും ചോദിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചൊക്കെ ബ്ലാക്ക് ആഡ് ചെയ്ത് വന്നു. അതിനുശേഷം ഒരു ബ്രൗൺ കംപ്ലീറ്റ് ഒരു ടാൻ ബ്രൗൺ ഇൻറ്റീരിയർ കൊടുത്തു. അതിപ്പം റീസെൻ്റ്ലി ആ ഒരു കളറും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് വേ ഓൾസോ മഹീന്ദ്ര ഇസ് ട്രൈങ് ടു കറക്റ്റ്, അല്ലെങ്കിൽ മഹീന്ദ്ര കുറച്ചും കൂടെ അതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്യാനും കൂടെ ശ്രമിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു പോയിന്റിൽ നോക്കുമ്പോൾ ഇംപ്രൂവ്മെൻറ്റ്സ് കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് ദേ ആർ ട്രൈങ് ടു ഡു ദാറ്റ് ഓൾസോ. അപ്പം എല്ലാ രീതിയിലും നോക്കിയാലും ഇൻറ്റീരിയർ ഓൾസോ ലുക്സ് നൈസ്. ഇത് കംപ്ലീറ്റ്ലി ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ്, അതുപോലെ സീറ്റ് വെൻറ്റിലേഷൻ ഉണ്ട്. സോ ഒരു പ്രീമിയം കാറിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടാണ് താർ റോക്സിൻ്റെ ഇൻറ്റീരിയർ വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ താർ റോക്സിൽ എല്ലാം ഉണ്ട്. യു ഹാവ് എ പെട്രോൾ എഞ്ചിൻ, ഒരു വളരെ പവർഫുള്ളായിട്ട് 174 HP, 160 മുതൽ 174 HP വരെയുള്ള പെട്രോൾ എഞ്ചിനുണ്ട്. 160 വരുന്നത് മാനുവലാണ്, ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ 174 ഉണ്ട്. ഡീസൽ എഞ്ചിനുണ്ട്, ഡീസൽ എഞ്ചിനും ഇതുപോലെ 174 HP പവർ ഉണ്ട്. അതിന് മാനുവൽ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്. രണ്ട് വേർഷനിലും മാനുവലും ഓട്ടോമാറ്റിക് ഉണ്ട്. അത് കൂടാതെ 4 വീൽ ഡ്രൈവ്, 2 വീൽ ഡ്രൈവ് ഓപ്ഷൻ ഇതെല്ലാം ഇപ്പോൾ താർ റോക്സിൽ വരുന്നത്. സോ ഇപ്പോൾ ഈ വാഹനം നിങ്ങൾ കാണുന്നത് ഇതൊരു 2 വീൽ ഡ്രൈവ് പെട്രോൾ ഓട്ടോമാറ്റിക് വേർഷനാണ്. ഇതിൻ്റെ പവർ വരുന്നത് 174 HP പവറും അതുപോലെ 380 Nm ടോർക്കുമാണ്. സോ ഏത് രീതിയിലുള്ള ഡ്രൈവ് വേണമെങ്കിലും നമുക്ക് ഈ വാഹനത്തിൽ പോസിബിൾ ആണ്. 2 വീൽ ഡ്രൈവ് മാത്രം മതിയെങ്കിൽ യു ഹാവ് എൻ ഓപ്ഷൻ. 4 വീൽ ഡ്രൈവിനുള്ള ഓപ്ഷനും 4 വീൽ ഡ്രൈവ് എന്നും പറഞ്ഞാൽ മാത്രം പോലെ 4 വീൽ ഡ്രൈവിൽ തന്നെ മെക്കാനിക്കലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാഹനമാണ്. 4 വീൽ ഡ്രൈവിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ താർ റോക്സ്. ഒരു വാഹനം മേടിക്കുന്നതിന് മുമ്പ് കസ്റ്റമർ നോക്കുന്നത് ഇപ്പോൾ അതിൻ്റെ സേഫ്റ്റി റേറ്റിംഗ് ആണ്. അത് എത്രമാത്രം അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതിനകത്ത് ആ റേറ്റിംഗിൽ എത്രമാത്രം നമുക്ക് വിശ്വസിക്കാമെന്നുള്ളത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കേസ്. അതൊരു കംപ്ലീറ്റ് ഡിസ്കഷന് വേണ്ടി പോകേണ്ട കാര്യമാണ്. എന്താണെങ്കിലും എല്ലാ വാഹനത്തിനും ഇപ്പോൾ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെയാണ് വരുന്നത്. താർ റോക്സിനും 5 സ്റ്റാർ റേറ്റിംഗ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അത് കൂടാതെ സേഫ്റ്റിക്ക് ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, അഡാസ് ഫീച്ചറുണ്ട്, അതുപോലെ തന്നെ 6 എയർ ബാഗ് തന്നെ വരുന്നുണ്ട്, അതുപോലെ ABS, EBD ഇല്ലാത്തതൊന്നുമില്ല. സോ ഇറ്റ്സ് എ വെരി സേഫ് വെഹിക്കിൾ. ഇതാണ് എനിക്ക് താർ റോക്സിനെ പറ്റി പറയാനുള്ളത്. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും താർ റോക്സിനെ പറ്റി നല്ലത് പറയാനാണോ ഈ ചേട്ടൻ വന്ന് ഈ ബഹളം ഉണ്ടാക്കുന്നതെന്ന്. പക്ഷേ അല്ല, ഇതിനകത്ത് നല്ലത് ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷേ ദർ ആർ സർട്ടൻ തിങ്സ്. ഒരു കസ്റ്റമറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ദർ ആർ ഫ്യൂ തിങ്സ്. അതിൽ ഒന്ന് ഇതിൻ്റെ പ്രൈസ് തന്നെയാണ്. ഞാൻ എപ്പോഴും എനിക്ക് താർ ഇറങ്ങിയ സമയം അല്ലെങ്കിൽ പ്രൈസ് പറഞ്ഞ സമയം തൊട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, അതിൻ്റെ ടോപ്പ് എൻഡിലേക്ക് പോകും തോറും എനിക്കതിൻ്റെ പ്രൈസ് ഒട്ടും കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ ഇത് സ്റ്റാർട്ടിങ് 12.99 12.99 lakhs എക്സ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നത്. പക്ഷേ അതിൻ്റെ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഏകദേശം 23 ലക്ഷം രൂപ, 23,10,10,000 രൂപയോളം അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നുണ്ട്. ഇതിനകത്ത് ഈ ഒരു മഹീന്ദ്രയുടെ ലൈനപ്പ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മഹീന്ദ്രയുടെ സ്കോർപിയോ, അതുപോലെ XUV 700 ഇതെല്ലാം ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത്, എക്സെപ്റ്റ് ഫോർ ഇതിൻ്റെ ഒരു ബേസ് വേരിയൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ. സോ ആ ഒരു 1 ലക്ഷം രൂപ ഡിഫറൻസിൽ നമുക്ക് ഏകദേശം 3 വാഹനമാണ് മഹീന്ദ്രയുടെ ലൈനപ്പിൽ തന്നെ കണ്ടത്. സോ കസ്റ്റമേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂസിംഗ് ആണ്. ഇപ്പോൾ ഒരു 4x4 തന്നെ വേണം, ഒരു റഗഡ് ഫീൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ഡോണ്ട് ഹാവ് ടു തിങ്ക് അബൌട്ട്, കസ്റ്റമറും ക്ലിയർ ആണ്. പക്ഷേ ഒരു ഫാമിലി കാർ കുറച്ചും കൂടെ കൺവീനിയൻസ്, കുറച്ചും കൂടെ കംഫർട്ടിന് വേണ്ടിയിട്ടാണ് എങ്കിൽ എന്തുകൊണ്ട് ഒരു XUV 700 നോക്കിക്കൂടാ ഈ ഒരു പ്രൈസ് റേഞ്ച് വരും. ബിക്കോസ് ഈ ഒരു പ്രൈസ് ആ ഒരു 700 ഏകദേശം ഒക്കെ പ്രൈസ് വരും ടോപ്പ് എൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ സ്കോർപിയോ 4x4 ആണ്, എന്നാലും കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് താർ റോക്സിനേക്കാളും എന്നെനിക്കൊരു ഫീൽ ഉണ്ട്. സോ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു പ്രൈസ് റേഞ്ചിലാണ് ആൻഡ് ഇറ്റ്സ് ഓൺ ദ ഒരു എക്സ്പെൻസീവ് സൈഡിലാണോ താർ റോക്സിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റ് വരുന്നതെന്നുള്ളൊരു ചെറിയ തോട്ടാണ് എനിക്ക് ഇതിൻ്റെ പ്രൈസിൽ വരുമ്പോൾ ഉള്ളത്. റോക്സിൻ്റെ ഡ്രൈവിലേക്ക് വന്നു കഴിഞ്ഞാൽ റോക്സ് തരുന്നൊരു ഫസ്റ്റ് ഫീൽ, ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുന്ന പെട്രോളാണ്, ഒരു 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഡ്രൈവ് ചെയ്യുന്നു. ആ പെട്രോൾ എഞ്ചിൻ്റെ ആണെങ്കിൽ പോലും, ഇപ്പോൾ ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും ഞാനിപ്പോൾ എല്ലാം ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു റിഫൈൻമെൻറ്റ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നത്. എൻജിൻ ഫീൽസ് വെരി വെരി റിഫൈൻഡ്. അതുപോലെ ഗിയർ ബോക്സ് ആണെങ്കിലും ഷിഫ്റ്റിംഗ് ഈസ് വെരി പ്രിസൈസ്, വെരി ക്വിക്ക് ഷിഫ്റ്റിംഗ്. ഒരു പ്രോബ്ലം നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഒരു പ്രോബ്ലം ഉള്ളത് ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ഫീലില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസി ഒരു ഇഷ്യൂ ആയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ എല്ലാവരും ചിന്തിക്കുന്നത് ഇതിന് മൈലേജ് ഉണ്ടോ എന്നാണ്. മൈലേജിനെ പറ്റി കൺസേൺഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഇത് ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്യില്ല. ഇപ്പം പെട്രോൾ എഞ്ചിൻ ഇത് 12 ആണ് കമ്പനി പറയുന്നത്. പക്ഷെ ഇപ്പം ഞാൻ വലിയ ഒരു പൊളിക്കലൊന്നും ഇല്ലാതെ 2 വീൽ ഡ്രൈവാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. എന്നിട്ടും എനിക്ക് 8 km/l ആണ് എനിക്ക് കിട്ടുന്ന മൈലേജ്. ദാറ്റ് ഇസ് റിയൽ ലൈഫ് മൈലേജ് കിട്ടുന്നത് പെട്രോളിൻ്റെ. ഡീസലായിരുന്നൊക്കെ എനിക്ക് തോന്നുന്നത് എനിക്കൊരു 9 to 10 ആണ് എനിക്ക് ആ ഒരു ഡീസൽ എഞ്ചിനിലും കിട്ടിയത്. സോ ആ ഒരു എഫിഷ്യൻസി പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പം ഒരു പക്ഷേ നമ്മൾ ഒരു 2 പ്രാവശ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം വരും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ റൈഡും. ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു സോഫ്റ്റ് ഫീലുണ്ട്. ഒരു നേരത്തെ ഉണ്ടായിരുന്ന താറുമായിട്ട് അല്ലെങ്കിൽ 3 ഡോർ താറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് പോലും യു ഫീൽ സോ ഡിഫറൻസ്. ഭയങ്കര കംഫർട്ട്
കൂടിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ബംപി റൈഡ് ഡെഫിനറ്റ്ലി തരുന്ന ഒരു ലാഡ്രോൺ ഫ്രെയിമിൻ്റെ ആ ഒരു ബംപിനെസ് അല്ലെങ്കിൽ ഒരു ചാട്ടം എല്ലാം റോക്സിലുണ്ട്. പക്ഷെ അതാണ് റോക്സിൻ്റെ പ്രത്യേകത, ഒരു റഗഡ് ഫീൽ അതാണ് വേണ്ടത് എങ്കിൽ ഡെഫിനറ്റ്ലി അത് തന്നെ ഇതിനകത്തുണ്ട്. സോ അഗൈൻ ദ ക്വസ്റ്റ്യൻ ഇസ്, നമ്മളൊരു ഫാമിലി കാർ മാത്രമായിട്ട് ഇതിൻ്റെ ഒരു ഓഫ് റോഡ് കേപ്പബിലിറ്റി ഒന്നും നമ്മൾ നോക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, ഇതിൻ്റെ ലുക്സിൽ മാത്രമാണ് പോകുന്നതെങ്കിൽ യെസ്, ഗോ ഫോർ ഇറ്റ്, ഐ ഹാവ് നോ പ്രോബ്ലം. പക്ഷേ ഓഫ് റോഡ് കേപ്പബിലിറ്റി വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇതാണ് ബെസ്റ്റ് ഓഫ് റോഡർ എന്ന് എനിക്ക് പറയാൻ പറ്റും മഹീന്ദ്രയുടെ ലൈനപ്പിൽ. മെക്കാനിക്കലി ഇറ്റ്സ് വെരി ഇംപ്രൂവ്ഡ്. ഇനി അതല്ല, ഒരു ഫാമിലി കാർ മാത്രമാണ്, ഒരു ഹൈപ്പിൻ്റെ പേരിലാണെങ്കിൽ വൈ കാൻറ്റ് യു തിങ്ക് അബൌട്ട് അതർ ഓപ്ഷൻസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഈ ഒരു റോക്സ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു ഫൈനൽ വേർഡിക്റ്റ് ആയിട്ട് എനിക്ക് പറയേണ്ടി വരും.